നമസ്കാരം. ഇഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ആർഒ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പഞ്ചായത്തുകളിൽ ബ്ലോക്ക് ആർഒമാർക്കും മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആർഒമാരുണ്ടെങ്കിൽ ഫസ്റ്റ് ആർഒയ്ക്കുമായിരിക്കും ഇഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ആക്ടിവിറ്റീസ് ഉള്ളത്. ഹോം പേജിൽ കാണുന്ന ആർഒ രജിസ്ട്രേഷൻ എന്ന ടാബ് ഉപയോഗിച്ച് ആർഒയ്ക്ക് സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ശേഷം ലോഗിൻ ഐ ഡി, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. റിട്ടേണിംഗ് ഓഫീസേഴ്സിന്റെ മെയിൻ ആക്ടിവിറ്റി അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ട്രെയിനിങ്ങിന്റെ അറ്റൻഡൻസ് മാർക്കിംഗ്, സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസ് മാർക്കിംഗ്, അതോടൊപ്പം റിസർവ് ഡ്യൂട്ടി അറ്റൻഡൻസ് എന്നിവ മാർക്ക് ചെയ്യേണ്ടതാണ്. അറ്റൻഡൻസ് പ്രോപ്പറായി മാർക്ക് ചെയ്താൽ മാത്രമേ ഡ്യൂട്ടി ചെയ്ത എല്ലാ എംപ്ലോയീസിനും റെമ്യൂണറേഷൻ ലഭ്യമാവുകയുള്ളൂ. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് എന്ന ടാബിനുള്ളിൽ എംപ്ലോയി മാനേജ്മെന്റ് എന്ന ടാബിൽ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഓരോ എംപ്ലോയീസിനും ലഭ്യമായിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡറിൽ അവരുടെ ട്രെയിനിങ് വെന്യൂ, ടൈം, ഡേറ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ബ്ലോക്ക് ആർഒ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആർഒയ്ക്ക് ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന ടാബിൻ്റെ ഉള്ളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അറ്റൻഡൻസ് ഷീറ്റിൽ ഓരോ എംപ്ലോയീസിൻ്റെയും ട്രെയിനിങ്ങിൻ്റെ വെന്യൂ, ഡേറ്റ്, ടൈം എന്നിവ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആബ്സെൻറ്റീസ് ഉണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യണം. ഏതെങ്കിലും എംപ്ലോയി പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല, വേറൊരു ദിവസമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതും മാർക്ക് ചെയ്യേണ്ടതാണ്. മാർക്ക് ചെയ്യുന്നതോടൊപ്പം സോഫ്റ്റ്വെയറിലും ഈ അപ്ഡേഷൻസ് നടത്തേണ്ടതാണ്. അതിന് ആക്ടിവിറ്റീസ് വരിക, എംപ്ലോയി മാനേജ്മെന്റ്, അതിൽ ഓരോ എംപ്ലോയിൻ്റെയും ആക്ഷൻ ബട്ടണിൽ മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് എല്ലാ എംപ്ലോയീസും പ്രസൻ്റ് ആയിട്ടാണ് സിസ്റ്റം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആബ്സെൻറ്റീസിനെ മാത്രം മാർക്ക് ചെയ്താൽ മതിയാവും. എംപ്ലോയിയായ ഷീന എന്നിനെ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. മാർക്ക് ഫസ്റ്റ് ട്രെയിനിങ് ആബ്സെൻസ്, അത് ക്ലിക്ക് ചെയ്യുക. അറ്റൻഡൻസ് സ്റ്റാറ്റസ് ഡിഫോൾട്ടായിട്ട് പ്രസൻ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളത് ചേഞ്ച് ചെയ്ത് ആബ്സെൻ്റ് ആക്കുകയാണ്. ദെൻ സേവ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ എംപ്ലോയി എടുക്കുകയാണ്. എംപ്ലോയിനെ മാർക്ക് ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡൻസ് സ്റ്റാറ്റസ് പ്രസൻ്റ് ആയിട്ടാണ്, ബട്ട് ട്രെയിനിങ് ഡേറ്റ് 19/9/2025 കിടക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, വേറൊരു ദിവസമാണ് ആ എംപ്ലോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ സേവ് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രമേ അവരുടെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഈ ഡേറ്റ് വരത്തുള്ളൂ. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും എംപ്ലോയി മൊബൈൽ നമ്പറിന് മാറ്റം ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എംപ്ലോയി സൈഡിൽ നിന്ന് അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. എംപ്ലോയിയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആർഒ പ്രൊഫൈലിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് റാൻഡമൈസേഷൻ ആണ്. സെക്കൻഡ് റാൻഡമൈസേഷന് മുന്നേ ആർഒയുടെ പ്രൊഫൈലിൽ നിന്ന് കൗണ്ടർ സെറ്റിംഗ്സ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വെഹിക്കിൾ മാസ്റ്ററിൽ പോളിംഗ് ഡേയിൽ ഏതൊക്കെ വെഹിക്കിൾസ് ആണോ അറേഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് വെഹിക്കിൾസ് കൊടുത്ത് ആഡ് ചെയ്ത്. നെക്സ്റ്റ് വരുന്നത് റൂട്ട് മാസ്റ്ററിൽ ആഡ് റൂട്ട് കൊടുത്തിട്ട് റൂട്ടിൻ്റെ കോഡ്, റൂട്ടിൻ്റെ പേര്, റൂട്ടിൽ ഇൻചാർജ് ആർക്കാണ്, ഇൻചാർജിൻ്റെ കോണ്ടാക്റ്റ്, ഏത് വെഹിക്കിളാണ് ഈ റൂട്ടിൽ പോകുന്നത്, പോളിംഗ് സ്റ്റാഫ് റിപ്പോർട്ടിംഗ് ടൈം, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ ഈ റൂട്ടിലേക്ക് പോകുന്ന പോളിംഗ് സ്റ്റാഫ് എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ടൈം, എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അതും കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വരുന്നത് കൗണ്ടർ മാസ്റ്റർ. കൗണ്ടറിൻ്റെ പേര്, കൗണ്ടറിൻ്റെ ചാർജ് ഓഫീസറിൻ്റെ പേര്, ചാർജ് ഓഫീസറിൻ്റെ കോൺടാക്ട് നമ്പർ എന്നിവ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഈ 3 മാസ്റ്റർ ടേബിൾസും സെറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയത്തുള്ളൂ.
നെക്സ്റ്റ് റൂട്ട് മാപ്പ്ഡ് ടു പോളിംഗ് സ്റ്റേഷൻ. ഓരോ റൂട്ടിലും ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻസ് ആണ് മാപ്പ് ചെയ്യേണ്ടത് എന്നാണ്. അതിൽ മാപ്പ് റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂട്ട്. ആ റൂട്ടിലേക്ക് ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നിട്ട് മാപ്പ് റൂട്ട് കൊടുക്കുക. അത് മാപ്പ് ചെയ്ത് വരും. അതുപോലെ തന്നെ റൂട്ട് മാപ്പ്ഡ് പോളിംഗ് സ്റ്റേഷൻസും കാണാൻ പറ്റും. റൂട്ട് മാപ്പ് ചെയ്യാത്ത പോളിംഗ് സ്റ്റേഷനും ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരും. ഓരോ റൂട്ടിലേക്കുമുള്ള പോളിംഗ് സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് ഇതിൽ മാപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ദെൻ കൗണ്ടർ മാപ്പ്ഡ് ടു പോളിംഗ് സ്റ്റേഷൻ. ഓരോ കൗണ്ടറിലും എത്തിച്ചേരേണ്ട ഏത് പോളിംഗ് സ്റ്റേഷനിലുള്ള പോളിംഗ് പാർട്ടിയാണ് എത്തിച്ചേരേണ്ടത് എന്ന് മാർക്ക് ചെയ്യുന്നതാണിത്. ഓരോ കൗണ്ടറിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻസ് ഇവിടെ ചെയ്യാം. മാപ്പ് കൗണ്ടർ കൊടുക്കുക. കൗണ്ടർ നമ്പർ 1 പോളിംഗ് സ്റ്റേഷൻ 2, 3, 4 ഏതൊക്കെയാണോ വരേണ്ടത് അതും മാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ മെനുവിൽ എടുത്തിട്ട് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരേണ്ട എല്ലാ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇത്രയും സെറ്റ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞ് ലഭ്യമാകുന്ന പോസ്റ്റിംഗ് ഓർഡറിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ പെൻഡിങ് ലിസ്റ്റ് ആണ്. പെൻഡിങ് ലിസ്റ്റിൽ ഏതെങ്കിലും എംപ്ലോയി എപ്പിക് നമ്പറോ ബാങ്ക് ഡീറ്റെയിൽസോ എംപ്ലോയിയുടെ ഫോട്ടോയോ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഫേസ് ചൂസ് ചെയ്ത ലിസ്റ്റ് ഓഫീസേഴ്സ്. അപ്പം നിലവിൽ ബാങ്ക് അക്കൗണ്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യാത്തവരായിട്ടില്ല, അതുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. എംപ്ലോയിയുടെ ഫോൺ നമ്പറും ഉണ്ടായിരിക്കും. ആറോ ഡയറക്റ്റ് എംപ്ലോയി കോൺടാക്റ്റ് ചെയ്യുകയോ അല്ല എങ്കിൽ ആറോയുടെ പ്രൊഫൈൽ ആക്ടിവിറ്റീസിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് വഴി കറസ്പോണ്ടിങ് ആളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേഷൻ വഴി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഐ ഡി കാർഡ് നമുക്ക് സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ മാത്രമേ ജനറേറ്റ് ചെയ്ത് വരത്തുള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് റാൻഡമൈസേഷൻ ആണ്. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് റാൻഡമൈസേഷൻ പോസ്റ്റിംഗ് ഓർഡർ എന്ന ഈ ടാബിനുള്ളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എലക്ഷൻ ഡ്യൂട്ടിയുടെ അറ്റൻഡൻസ് ഷീറ്റും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് എലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസ് ഷീറ്റ്. ഇതിൽ ഏതാണ് ലോക്കൽ ബോഡി, പോളിംഗ് സ്റ്റേഷൻ്റെ കോഡും പേരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാർഡ് നെയിം ഉണ്ടായിരിക്കും, പാർട്ടി നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ പാർട്ടിയിലും ഉൾപ്പെടുന്ന ആ ടീം മെമ്പേഴ്സിനെയും ഇതിൽ കാണുന്നതായിരിക്കും. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ആറോ അറ്റൻഡൻസ് ഷീറ്റിൽ ആബ്സെൻറ്റീസിനെ മാർക്ക് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിലും അത് മാർക്ക് ചെയ്യേണ്ടതാണ്. അതിന് ആക്ടിവിറ്റീസ് വരിക, എംപ്ലോയി മാനേജ്മെൻറ്റ് എടുക്കുക. ഓരോ എംപ്ലോയിയുടെയും ആക്ഷൻ മെനു ബട്ടൺ എടുക്കുമ്പോൾ മാർക്ക് എലക്ഷൻ ഡ്യൂട്ടി ആബ്സെൻസ് എന്നൊരു മെനു കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദ എംപ്ലോയി ഡസ് നോട്ട് ബിലോങ് ടു എനി പാർട്ടി എന്ന് വെച്ചാൽ ആ എംപ്ലോയിക്ക് പോസ്റ്റിംഗ് ഓർഡർ ലഭ്യമായിട്ടില്ല എന്നാണ് അർത്ഥം. എലക്ഷൻ ഡ്യൂട്ടി ഉള്ള ഒരാളുടെ ഇതെടുക്കാം. ആക്ടിവിറ്റീസിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് വരിക, സെർച്ച് ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുക. ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. മെനു ബട്ടണിൽ മാർക്ക് എലക്ഷൻ ഡ്യൂട്ടി ആബ്സെൻസ്. ഡിഫോൾട്ടായിട്ട് സിസ്റ്റം എല്ലാ എംപ്ലോയീസിനെയും പ്രസൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആബ്സെൻറ്റീസിനെ മാത്രം മാർക്ക് ചെയ്താൽ മതിയാകും. ഈസ് ദ എംപ്ലോയി പ്രസൻറ്റ് ഫോർ പോളിംഗ് ഡ്യൂട്ടി, നോ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. മാർക്ക് അറ്റൻഡൻസ്. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിൻ്റെ ID കാർഡ് ആറോയുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പാർട്ടി നമ്പറാണ് കൊടുക്കേണ്ടത്. ടോട്ടൽ പാർട്ടി സ്ട്രെങ്ത് 267 ആണ്. അപ്പോൾ പാർട്ടി 1 ഒന്നാമത്തെ പാർട്ടിയുടെ മാത്രമാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് കൊടുക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്ത് വരും. ഇത് എംപ്ലോയീസിന് കൈമാറാവുന്നതാണ്. എംപ്ലോയീസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവിടെ ഫോട്ടോ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ റിപ്പോർട്ടിൽ പോളിംഗ് സ്റ്റേഷൻ വേഴ്സസ് പാർട്ടി നമ്പർ, ഓരോ പോളിംഗ് സ്റ്റേഷനും ഏതൊക്കെ പാർട്ടിനാണ് പോളിംഗ് സ്റ്റേഷനിൽ പോകുന്നത് എന്ന റിപ്പോർട്ട്, അതുപോലെ തന്നെ പാർട്ടി നമ്പർ വേഴ്സസ് പോളിംഗ് സ്റ്റേഷൻ, പാർട്ടി നമ്പറും ഓരോ പോളിംഗ് സ്റ്റേഷൻ റിപ്പോർട്ട്, റിസർവ് ഒഫീഷ്യൽസ് ഡീറ്റെയിൽസ്, റിസർവ് ചെയ്തിരിക്കുന്ന ഓരോ ഒഫീഷ്യൽസിൻ്റെ ഡീറ്റെയിൽസും നമുക്കിതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
നെക്സ്റ്റ് നോക്കേണ്ടത് റിസർവ് പാർട്ടി. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ റിസർവിലെ എംപ്ലോയീസ് ആണ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എവരുടെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത് ആക്ടിവിറ്റീസിലെ എംപ്ലോയി മാനേജ്മെൻറ്റ് വഴി തന്നെയാണ്. ഈ എംപ്ലോയി മാനേജ്മെൻറ്റ് റിസർവിൽ ഉൾപ്പെടുന്ന എംപ്ലോയീസിനെയും കാണും. അവരുടെ അറ്റൻഡൻസും ഇതുവഴി തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. റിസർവ് പാർട്ടി എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ മെയിനായിട്ട് ഈ റിസർവിലുള്ള എല്ലാ എംപ്ലോയീസിനും പോളിംഗ് ഡേയിൽ ഡ്യൂട്ടി ഉണ്ടാവണമെന്നില്ല. പോളിംഗ് ഡേയിൽ ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് പ്രീ പോൾ ഡേയിലാണ്. അപ്പോൾ പ്രീ പോൾ ഡേയിൽ ആരോ ചൂസ് ചെയ്യുന്ന എംപ്ലോയീസിനെ ഡ്യൂട്ടിയിലേക്ക് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് എല്ലാ എംപ്ലോയീസിനും നോട്ട് റിട്ടേൺ ആസ് റിസർവ് എന്ന സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം മെനു ബട്ടൺ എടുക്കുക, റിസർവ് സ്റ്റാറ്റസ് ചേഞ്ച് കൊടുക്കുക, ദെൻ റിട്ടേൺ ആസ് റിസർവ്, സേവ്. ദെൻ റിട്ടേൺ ആസ് റിസർവ് എന്ന് വെച്ചാൽ ഇവർക്ക് പോളിംഗ് ഡേയിലും റിസർവ് ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. പോളിംഗ് ഡേയിൽ റിസർവ് ഡ്യൂട്ടി പ്രീ പോൾ ഡേയിലായിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം പോളിംഗ് ഡ്യൂട്ടി ഉള്ളവർക്ക് മാത്രം റിട്ടേൺ ആസ് റിസർവ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ റെമ്യൂണറേഷൻ പ്രീ പോൾ ഡേയും പോൾ ഡേയുടെയും ലഭ്യമാവുകയുള്ളൂ. അല്ല, നോട്ട് റിട്ടേൺ ആസ് റിസർവ് എന്നാണെങ്കിൽ അവർക്ക് പ്രീ പോൾ ഡേയുടെ റെമ്യൂണറേഷൻ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പോൾ ഡേയിൽ ഡ്യൂട്ടി നൽകിയിട്ടുള്ള ഏതെങ്കിലും എംപ്ലോയി ആബ്സെൻ്റ് ആയാൽ റിട്ടേൺ ആസ് റിസർവ് എന്ന് മാർക്ക് ചെയ്ത എംപ്ലോയിയെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാവുന്നതാണ്. അതുപോലെ റിട്ടേൺ ആസ് റിസർവ് എന്ന് മാർക്ക് ചെയ്ത എംപ്ലോയി പോൾ ഡേയിൽ ആബ്സെൻ്റ് ആയാൽ അയാളുടെ സ്റ്റാറ്റസ് റിട്ടേൺ ആസ് റിസർവ് എന്നത് നോട്ട് റിട്ടേൺ ആസ് റിസർവ് എന്ന് സേവ് ചെയ്യേണ്ടതാണ്. പകരം ആബ്സെൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയിക്ക് പ്രീ പോൾ ഡേയുടെ റെമ്യൂണറേഷൻ ലഭ്യമാകുന്നതല്ല. അറ്റൻഡൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസും യെസ് ആയി മാർക്ക് ചെയ്യുക. ദെൻ എലക്ഷൻ ഡ്യൂട്ടിയുടെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ യെസ് ആയി മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസും എലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസും കംപ്ലീറ്റ് ആയാൽ മാത്രമേ റിപ്പോർട്ട്സിൽ പോയിട്ട് എലക്ഷൻ ഡ്യൂട്ടി അക്വിറ്റൻസ് എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് എലക്ഷൻ ഡ്യൂട്ടി അക്വിറ്റൻസ് ഷീറ്റ്. ഇതിൽ നെയിമും അഡ്രസ്സും ഡെസിഗ്നേഷൻ, കാറ്റഗറി, അതുപോലെ തന്നെ നേച്ചർ ഓഫ് ഡ്യൂട്ടി, എന്തൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്തത്, മൊബൈൽ നമ്പർ, അതിനുള്ള റെമ്യൂണറേഷൻ എമൗണ്ട് എന്നിവ ഇതിലുണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി നേച്ചർ അനുസരിച്ചായിരിക്കും റെമ്യൂണറേഷൻ ലഭ്യമാവുക. റെമ്യൂണറേഷൻ ഡ്യൂട്ടി ചെയ്ത എല്ലാ എംപ്ലോയീസിനും കൃത്യമായി ലഭിക്കണമെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും ബാങ്ക് ഡീറ്റെയിൽസ് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എല്ലാ എംപ്ലോയീസിനും കറക്റ്റ് റെമ്യൂണറേഷൻ കിട്ടണമെങ്കിൽ അറ്റൻഡൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ അവരുടെ റെമ്യൂണറേഷനെ അത് ബാധിക്കുന്നു. ഈ ആർഒയ്ക്ക് വരുന്ന പ്രധാന ആക്ടിവിറ്റീസ്: ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ട്രെയിനിങ് അറ്റൻഡൻസ് മാർക്കിംഗ്, റൂട്ട് ആൻഡ് കൗണ്ടർ സെറ്റിംഗ്സ്, റൂട്ട് ടു പോളിംഗ് സ്റ്റേഷൻ, കൗണ്ടർ ടു പോളിംഗ് സ്റ്റേഷൻ മാർക്കിംഗ്. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ എലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസ് മാർക്കിംഗ്, റിസർവ് ഡ്യൂട്ടി അറ്റൻഡൻസ് മാർക്കിംഗ്, റിസർവിലുള്ള പേഴ്സൺസിന് പോളിംഗ് ഡ്യൂട്ടി നൽകുക. അറ്റൻഡൻസ് മാർക്കിംഗ് കംപ്ലീറ്റ് ആയാൽ അക്വിറ്റൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് ഡ്യൂട്ടി ചെയ്ത എല്ലാ എംപ്ലോയീസും റെമ്യൂണറേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.